ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച വഴികൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഖത്തറിൽ നിന്നും കെവിൻ ബ്രദറാണ്. തൻ്റെ വിവാഹമാണ് ജനുവരി 23 ഏറ്റവും അനുഗ്രഹത്തോടുകൂടി വിവാഹം നടക്കേണ്ടതിനായിട്ടും അതേപോലെ തന്നെ തൻ്റെ ഭാവിയെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ കെവിൻ ബ്രദറിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയും, ഈ മിനിസ്ട്രിക്ക് വലിയ അനുഗ്രഹമാണ് മകൻ. തൻ്റെ ഭാവിയെ നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ നിലയിലും ഈ ദിവസങ്ങളിൽ മാനിക്കേണ്ടതിനായിട്ട് സുവിശേഷത്തിൻ്റെ വലിയ നന്മകൾ താൻ കാണേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ കെവിനായി പ്രാർത്ഥിക്കുന്നു. നടക്കാൻ പോകുന്ന വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രൊട്ടക്ട് ചെയ്യണമേ അപ്പ. തൻ്റെ മാതാപിതാക്കളെ, തൻ്റെ സഹോദരനെ ദൈവം കാക്കണമേ അപ്പ. കർത്താവെ, വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളിലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം, പരിശുദ്ധാത്മാവിൻ്റെ ചലനം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 18 തീയതി നടക്കുന്ന എൻഗേജ്മെൻറ്റിൻ്റെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണമേ അപ്പ. കർത്താവെ, കെവിനെ മാനിക്കണമേ അപ്പ, ഉയർത്തണമേ. ഈ വിവാഹം ദൈവമഹത്വത്തിനായി തീരേണ്ടതിനായിട്ട് ദൈവം ഈ വിവാഹത്തിൽ കൂടെ ഇരുന്ന് എല്ലാം ചന്തോചിതമായി ചെയ്തെന്ന് പറയുവാൻ ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ വലിയ നന്മകൾ വെളിപ്പെട്ട് വരട്ടെ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നപ്പ കർത്താവ്, ഈ ജനുവരി മാസം ഇവരുടെ അനുഗ്രഹമാക്കി തീർത്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമില്ല പ്രിയരെ, സാമ്പത്തിക കൂടുതൽ കൊണ്ടല്ല. കർത്താവ് ഓരോ ദിവസവും ഈ മിനിസ്ട്രിയിൽ ചെയ്യുന്ന നന്മകൾ കാണുവാൻ, ദൈവത്തിൻ്റെ വലിയ കരം കാണുവാൻ സ്വർഗം സഹായിക്കുന്നു. കർത്താവിൻ്റെ കരമാണ് ഈ 2012 മുതൽ ഇതുവരെയും നടത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. ആ കർത്താവിൻ്റെ തങ്കച്ചിറകിൽ സൂക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും ഒത്തിരി ആപത്തുകൾ, ഒത്തിരി അനർത്ഥങ്ങൾ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അവിടെല്ലാം കരം പിടിച്ച് നടത്തിയ, അവിടെല്ലാം ജയോത്സവമായി നടത്തിയ ആ വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും 2025 ഈ തുടക്ക ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുകയാണ്. എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഇതും മഹത്വത്തിൻ്റെ വർഷമാണ് പ്രിയരെ. മഹത്വം നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ മുഴുവൻ മടക്കിക്കൊണ്ടുവരും. ഹല്ലേലൂയ. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് അസാധാരണമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിൽ അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു, വീഞ്ഞ് തീർന്നു പോയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ തീർന്നതിനകത്തുനിന്ന് പച്ചവെള്ളം കൊണ്ട് മഹത്വം വെളിപ്പെടുത്തിയ കർത്താവിൻ്റെ കരം ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകരങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വർഷം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു. എവിടെല്ലാം നിങ്ങൾ തലകുനിച്ചിട്ടുണ്ടോ, എവിടെല്ലാം നിങ്ങൾ അവസാനിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ, ദാവീദ് പറഞ്ഞതുപോലെ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ മഹത്വമാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ഇതാ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവൻ അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. 430 വർഷം കരഞ്ഞു തീരുന്ന, അറിയാം ജീവിതത്തിൽ എങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞ ഫറവോനിയ ശക്തികളുടെ അടിമത്വത്തിൽ നിൽക്കുമ്പോൾ ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്തും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനായിട്ട്, ദൈവത്തിൻ്റെ മഹത്വത്തിനായി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഒരു ചെറിയ വിടുതൽ കൊണ്ട് തീരുകയല്ല, ദൈവം നേരിട്ട് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എങ്കിൽ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഞാനൊരു മതത്തെ ഉയർത്താനല്ല, ഒരു സംഘടനയുടെ ആളായിട്ടല്ല നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും വിശ്വസിക്കുന്നവർ നശിച്ചു പോകത്തില്ലെന്നുള്ള ആ ഗുഡ് ന്യൂസ് നിങ്ങളോട് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നശിക്കത്തില്ല കേട്ടോ. പല മേഖലകളിൽ നിങ്ങളെ നശിപ്പിക്കുന്ന തലങ്ങളുണ്ടാകാം. എന്നാൽ ആത്മാവിൽ വിളിച്ചു പറയുക, എൻ്റെ യേശു എൻ്റെ ദൈവമാണ്. അറിയാം, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ആ വലിയ ഉറപ്പ് ഇപ്പോൾ നിങ്ങളുടെ മേലിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നാശത്തിൻ്റെ ശക്തികൾ, അറിയാം തകർച്ചയുടെ ശക്തികൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോകുകയാണ്. ഇതാ പുതിയത് ചെയ്യാൻ പോകുന്ന, പുതിയത് വെളിപ്പെടുത്താൻ പോകുന്ന ദൈവത്തിൻ്റെ വലിയ കരം ഇതാ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരോട് ഇന്ന് അറിയാം, മഹത്വത്തിൻ്റെ രാജാവ്, യുദ്ധവീരനായ യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു രീതിയിലും രക്ഷപ്പെടത്തില്ല, ഇനി മാർഗമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഈ വചന സന്ദേശം വ്യക്തതയോടെ കേൾക്കണം. നിങ്ങൾ ജയാളിയാണ്, നിങ്ങൾ യേശുവിൽ ജയാളിയാണ്.
വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കുറിവാക്യം എന്ന നിലയിൽ സങ്കീർത്തനം 24 അധ്യായം 8 വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യുദ്ധവീരനായ യഹോവ തന്നെ. എന്നെ കേൾക്കുന്നവരെ, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നു. മോശെ ഇതാ 35 ലക്ഷത്തിന്റെ പിറുപിറുപ്പിൽ, നിരാശയിൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നവരുടെ നടുവിൽ നിന്നുകൊണ്ട്, അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് മോശെ വിളിച്ചു പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ കാണത്തില്ല. അടുത്ത പദമാണ് ഇമ്പോർട്ടൻ്റ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നു. ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിന്റെ ബലത്തിനും അപ്പുറത്തായി, നിന്റെ കഴിവിനും അപ്പുറത്തായി ഇതാ എൻ്റെ ദൈവം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരികയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മിനിറ്റുകളിൽ പ്രാർത്ഥിക്കുക. മഹത്വം എന്ന് പറയുന്നത് ദൈവം നേരിട്ട് നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വലിപ്പം നീ കാണാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. നീ 2025 അനേകർ കാണുവാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല താനും. നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുൾപ്പാട്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല താനും. നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുൾപ്പാട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ 2025 പൂർണ്ണമായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതാണ് മഹത്വം. എൻ്റെ കൂടെ നടക്കുകയാണ് ജയാളിയായിട്ട്. ഹല്ലേലൂയ. എനിക്ക് മുമ്പിൽ നിൽക്കുന്ന ദുർഘടങ്ങളെ നിരപ്പാക്കി, താമര കഥകളെ തകർത്തിരുമ്പോടാമ്പലുകളെ കണ്ണിച്ചുകൊണ്ട് എൻ്റെ കരം പിടിച്ച് എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇതാ മഹത്വം ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ പടകം നിറയുന്ന വർഷമാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ തളർന്നുപോയ, ഇന്നലകളിൽ ഇനി ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന നിന്റെ പടകിൽ ഇതാ മഹത്വം കയറുകയാണ്, മഹത്വം വെളിപ്പെടുകയാണ്. നിന്നിലൂടെ ദേശം ദൈവമഹത്വം കാണാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതാ ദൈവം എന്നോട് നിങ്ങളോട് പറയുന്നു, അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ നിന്നെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. നിന്നെ രക്ഷിപ്പാൻ യഹോവ നിന്റെ കൂടെയുണ്ടെന്ന് യഹോവ അരുൾ ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തെ സ്വീകരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കൂടെ എൻ്റെ ജയാളിയായ എന്നെ ജയിപ്പിക്കുന്നവൻ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്യം കൂടെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എൻ്റെ കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കിയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. ഈ വാക്യത്തിനകത്ത് ഒറ്റ പദം നമുക്കൊന്ന് എടുത്തുദ്ധരിക്കാം. യഹോവ ഒരു മഹാവീരനെ പോലെ നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് യുദ്ധവീരനായി മഹാവീരനെ പോലെ എൻ്റെ കൂടെ നടക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, എത്ര വലിയ ഗോലിയാത്താണെങ്കിലും, എന്തെല്ലാം നിലയിലുള്ള എതിരുണ്ടെങ്കിലും, യോർദാനുണ്ടെങ്കിലും, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് തോറ്റുപോകുക തന്നെ ചെയ്യും, അത് അവസാനിക്കുക തന്നെ ചെയ്യും, അത് നിൻ്റെ മുമ്പിൽ കീഴടങ്ങുക തന്നെ ചെയ്യും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ കഴിഞ്ഞ നാളുകൾ മുഴുവൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടും നന്മയൊന്നും കാണാതെ നിന്ദാപാത്രമായി കിടക്കുന്നു, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിന്റെ തലയെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ നിന്റെ തല ഉയർത്തുന്ന ദൈവത്തിന്റെ മഹത്വം ഇതാ വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സ്തുതിക്കുവാൻ തയ്യാറാകണം. ഇതാ പൗലോസും ശീലാസും ആ കാരാഗൃഹത്തിൽ അടിയേറ്റ് കൈകാലുകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ആമത്തിൽ പൂട്ടപ്പെട്ട അനുഭവത്തിൽ കിടക്കുമ്പോൾ അവർ നിരാശപ്പെടുകയല്ലായിരുന്നു കേട്ടോ. നിരാശ, ഞാൻ ഈ വർഷം രഹസ്യമാണ് പറയുന്നത്. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്തെല്ലാം വേദനകളുണ്ടെങ്കിലും, എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെന്ന് പറഞ്ഞാലും അതിൻ്റെ മധ്യത്തിലൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ, യഹൂദ ജയിക്കുന്നവനാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതാ എന്തെല്ലാം വേദനകളും എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ സ്തുതിക്കുക. നിങ്ങളുടെ കാരാഗ്രഹം പൊളിഞ്ഞു പോകും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, 2025 ശത്രുവിനെ ജയിക്കുന്നത് നിന്റെ ഇല്ലായ്മയിൽ, ആ ഇല്ലായ്മയുടെ നടുവിൽ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ നടുവിൽ ഒന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ, ദൈവത്തെ എല്ലാവർക്കും പറ്റത്തില്ല കേട്ടോ, പക്ഷെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയാൽ ദൈവം ഇസ്രായേലിന്റെ സ്തുതികൾക്ക് മീതെ ഇറങ്ങി വരുമെന്നും ഇസ്രായേലിന്റെ സ്തുതികൾക്ക് മീതെ വസിക്കുമെന്നുള്ളത് നീ തിരിച്ചറിയാൻ പോവുകയാണ്. ഇതാ നിന്റെ വിലാപത്തെ അവൻ ആനന്ദ നൃത്തമാക്കാൻ പോവുകയാണ്. അറിയാം, നിന്റെ രട്ടിനെ അടിച്ച് നിന്നെ സന്തോഷം ഉടിപ്പിക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തെ ഏറ്റെടുക്കണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ തന്നെ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സ്തുതിക്കുന്നവൻ ജയിക്കും. എസ്തേറിന്റെ പുസ്തകത്തിനകത്തേക്ക് നിങ്ങൾ കടന്നു വരുമോ? ഹല്ലേലൂയ. അവൻ യഹൂദനെങ്കിൽ, മൊർദെഖായിയെ കുറിച്ച് പറയണം, അവൻ യഹൂദനെങ്കിൽ നിനക്ക് അവനെ ജയിക്കുവാൻ കഴിയത്തില്ല. യഹൂദ എന്ന പദത്തിന്റെ അർത്ഥം സ്തുതിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്തുതിക്കുന്ന ഈ 2025 എല്ലാത്തിനുമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം. അനുഭവിക്കുന്ന സന്തോഷത്തിനായി, അനുഭവിക്കുന്ന
പോകുന്ന ദുഃഖത്തിനായി, കടന്നു പോകുന്ന ഞെരുക്കത്തിനായി, കടന്നു പോകുന്ന അവസ്ഥകളിലെല്ലാം ഞാൻ ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇതെൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വഴികളും അടഞ്ഞെന്ന് ശത്രു ഉറപ്പുവരുത്തിയാലും അറിയാം, നിനക്ക് വേണ്ടി സ്തുതിക്കുന്നവന് വേണ്ടി ദൈവം ഒരു അത്ഭുത വഴി തുറക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരസും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, മൊർദെഖായിക്ക് ഹാമാനോട് എതിർക്കാനുള്ള ശക്തിയില്ല. പക്ഷേ മൊർദെഖായി സ്തുതിക്കുന്നവനാണ്. മൊർദെഖായി ദൈവത്തോട് നിലവിളിക്കുന്നവനും ഉപവസിക്കുന്നവനുമാണ്. ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നവനാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ കയ്യിൽ ഈ സമയത്തൊന്നുമില്ലെങ്കിലും നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ, നീ ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ, നിനക്ക് ആ പട്ടണത്തിൽ ദൈവം ഒരു സ്ഥാനം ഉറപ്പിക്കും. നിങ്ങൾ നോക്കണമേ, ഹല്ലേലൂയ, മൊർദെഖായിക്ക് മുകളിൽ അധികാരം ഹാമാനുള്ളത് അവൻ്റെ കയ്യിൽ രാജാവ് കൊടുത്തേക്കുന്ന മുദ്രാമോതിരമാണ്. എന്നാൽ അടുത്ത 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തൻ്റെ മുദ്രാമോതിരം ഊരി മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ വീടിന് മേൽവിചാരകനാക്കി വെച്ചു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ തകർന്നു പോകരുത്. മഹത്വം കൊടുക്കുന്നവരായി തീരണം. മഹത്വത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ജയാളിയാണ്, ജയിപ്പിക്കാൻ പോവുകയാണ്. എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ എസ്തേറിന്റെ പുസ്തകം തീരുന്ന ഭാഗമാണ്. 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യോടെ വായിക്കാം. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. എന്നെ കേൾക്കുന്നവരെ, മൊർദെഖായിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവൻ അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനായി തീർന്നു. ഒന്നുമില്ലാത്തവനെ, സ്തുതിക്കുന്നവനെ ദൈവം ഉയർത്തും. കാട്ടിൽ കിടക്കുന്നുണ്ടെങ്കിലും, ഒറ്റയ്ക്കാണ് ആ കൊടുങ്കാട്ടിൽ അർദ്ധരാത്രിയിലും ദൈവത്തെ സ്തുതിച്ചവനെ ഇസ്രായേലിന്റെ രാജാവാക്കാൻ കഴിഞ്ഞവനാണ് എൻ്റെ ദൈവം. ദാവീദിനെ അപ്പനും അമ്മയും തെള്ളിക്കാട്ടിൽ വിട്ടെങ്കിലും ദൈവം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഈ 2025 സ്തുതിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഇല്ലായ്മയിൽ, നിങ്ങളുടെ വിഷമത്തിൽ നിങ്ങളൊന്ന് തീരുമാനമെടുക്കണം. നിങ്ങൾ സ്തുതിക്കുമെങ്കിൽ നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിങ്ങളെ ജയിപ്പിക്കുവാൻ പോവുകയാണ്. കാരണം യോഹന്നാൻ ലേഖനത്തിൽ എഴുതിയാണ്. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് നമ്മൾ നോടി വരികയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. ഇതാ യോഹന്നാൻ അപ്പച്ചൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ അവരെ ജയിച്ചുമിരിക്കുകയാണ്. ദൈവത്തിൽ നിന്നുള്ളവൻ പരാജയപ്പെടത്തില്ല. ഈ സമയത്ത് രോഗികളായി നിൽക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഈ വഴി തുറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഒരു വാക്യം കൂടെ നമ്മൾ ചേർന്ന് വായിക്കാൻ പോവുകയാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഈ 2 വാക്യങ്ങളൂടെ നമ്മൾ ചേർത്ത് പറയാൻ പോവുകയാണ്. 4-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, അവരെ ജയിച്ചിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും ലോകത്തെ ജയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അടുത്തേതോ മിനിറ്റുകളിൽ നീ അതിനെ ചവിട്ടും. അറിയാം, നീ അതിനെ തകർക്കും. കാരണം സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ തൻ്റെ കാൽ കീഴിൽ ചതച്ചു കളയുമെന്നുള്ള വാക്യം നിന്റെ മേളിൽ വെളിപ്പെടുകയാണ്. റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. എൻ്റെ ദൈവം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്കും നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഒരു ദോഷവും വരത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാറ്റുകൾ അവസാനിക്കും. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് മുക്കുമെന്ന് പറഞ്ഞ തിരമാലകൾ കീഴടങ്ങും. കാരണം ഇത് മഹത്വത്തിൻ്റെ വർഷമാണ്, ജയാളിയുടെ വർഷമാണ്. ഞാൻ അതേപോലെ ഇത് വിശ്വസിക്കുന്നു. ഈ മിനിസ്ട്രിയോട് ചേർന്നുകൊണ്ട് ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങളും ഞാനും ലോകത്തിൽ നിന്നുള്ളവരല്ല, ദൈവത്തിൽ നിന്നുള്ളവരാണ്. എങ്കിൽ അവരെ ജയിക്കുകയാണ്. പ്രശ്നങ്ങളെ ജയിക്കാൻ പറ്റും, എതിരുകളെ ജയിക്കാൻ പറ്റും. കാരണം ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ എൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. ആ ബോധ്യമുള്ളവർ ഈ മിനിറ്റുകൾ രോഗം അനുഭവിക്കുന്നവർ പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ആസ്മയുടെ രോഗം ഇപ്പോൾ സൗഖ്യമാകുകയാണ്. നിങ്ങളുടെ കൈകാലുകൾക്കുള്ള വേദനകൾ ഇപ്പോൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാരം തീർന്നു പോവുകയാണ്. ശ്വാസം മുട്ടലുകൾ അവസാനിക്കുകയാണ്. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവർ ഇപ്പോൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരികയാണ്.
പോവുകയാണ്. കാരണം ഇത് ജയത്തിൻ്റെ സമയമാണ്, ഇത് വിടുതലുടെ സമയമാണ്. ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഭവങ്ങൾ കൈമാറാൻ പോകുന്നു, വിടുതലുകൾ കൈമാറാൻ പോകുന്നു. തമ്പുരാനെ, ഇവരെ ഒന്ന് മാനിക്കണമേ, ഇവരെ ഒന്ന് ജയിപ്പിക്കണമേ അപ്പ. ഞാൻ ആത്മാവിൽ ഒരു വാക്യം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 1 കൊരിന്ത്യർ 15-57 വാക്യം ഒരുമിച്ച്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. കർത്താവ് എനിക്ക് ജയം തരും. കാരണം നമ്മുടെ ദൈവം മഹത്വത്തിൻ്റെ രാജാവാണ്. യഹോവ യുദ്ധവീരനാണ്. നിങ്ങളെ ജയിപ്പിക്കുവാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവൻ തകർന്നു പോകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് വലിയ സാക്ഷ്യത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സാക്ഷ്യം നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്നാണ് ഈ സഹോദരി ഇവിടെ വരുമ്പോൾ വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കർത്താവ് വീടൊക്കെ കൊടുത്തു. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, ആരാധന യേശുവിനെ. ഭയങ്കര 2021 തൊട്ട് തുടങ്ങിയ പണിയായിരുന്നു. പക്ഷെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു പണിക്ക്. കുറച്ച് പണി ചെയ്യും, പിന്നെ നിൽക്കും, കുറച്ച് പണി ചെയ്യും, പിന്നെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വീട് പണി പൂർത്തീകരിക്കും, നിങ്ങളുടെ വീട്ടിൽ 3 ഫംഗ്ഷൻ നടക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വീട് പണി പൂർത്തിയാക്കിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജിൻസി, ഞാൻ ചവറയിൽ നിന്ന് വരുന്നു. കർത്താവിൻ്റെ ലൈഫിൽ ചെയ്ത 3 പ്രധാന കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തേന്ന് പറയുന്നത്, ഞാൻ 2021 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൈറോയിഡിൽ ഒരു ട്യൂമർ വന്നു. ആദ്യം അത് ചെക്ക് ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല, ബിനൈൻ ട്യൂമറാണ്. പകുതി ലോബ് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വർഷം 2022 അത് ഒന്നുകൂടെ FNAC ചെയ്ത് നോക്കിയപ്പം അതിൽ എനിക്ക് ക്യാൻസറാണ്, അത് ഫുള്ള് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞു, ഫുള്ള് റിമൂവ് ചെയ്തു. എന്നാൽ ബയോപ്സിക്ക് കൊടുത്തപ്പം അതിനകത്ത് ഏറ്റവും എഡ്ജിൽ വരെ ആ ക്യാൻസർ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബോഡിയിലും ബാക്കിയുള്ള ടിഷ്യൂസിലും ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു, ജൂനിയർ ഡോക്ടേഴ്സായിരിക്കുന്നത്. അന്നേരം അവർ പറഞ്ഞു RCCയിലോട്ട് റെഫർ ചെയ്യണം. അന്നേരം എൻ്റെ മമ്മി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മോളെ RCCയിലോട്ട് വിടല് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ RCC ചെന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണെങ്കിൽ 7 മാസത്തോളം അത് ഡിലേ വരും. അപ്പോഴത്തേക്കും എൻ്റെ ബാക്കിയുള്ള സെൽസിലോട്ടും ഇത് പടരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, എന്നാൽ RCC കാണിക്കണ്ട, ന്യൂക്ലിയർ മെഡിസിൻ സെക്ഷനിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് കാണിച്ചു. അന്നേരം അവർ പറഞ്ഞു RCC വിടണ്ട, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ചെയ്യാമെന്നും പറഞ്ഞ് എന്നെ വെളിയിൽ കൊണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ചർച്ചയിൽ വരുന്നത്. അന്നേരം ഇവിടെ ചർച്ചയിൽ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ജൂണിൽ കഴിഞ്ഞ പ്രാവശ്യം സ്കാൻ ചെയ്തപ്പം എൻ്റെ ദേഹത്ത് ക്യാൻസറിൻ്റെ സെൽസ് ഒന്നുമില്ല, ക്യാൻസർ പൂർണ്ണമായിട്ട് മാറിയെന്ന് പറഞ്ഞു. ക്യാൻസറിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തേന്ന് പറയുന്നത്, സർജറി കഴിഞ്ഞ് എനിക്ക് ഈ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കണം. സാധാരണ സർജറി കഴിഞ്ഞ ഒരാൾക്ക് 50 അല്ലെങ്കിൽ 75 ആ ഡോസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ക്യാൻസർ വന്നതുകൊണ്ട് 150 ഡോസ് വെച്ച ടാബ്ലറ്റ്സ് വന്നു. അന്നേരം ഞാൻ ഫിസിക്കലിയും മെൻ്റലിയും ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, കുറച്ച് നേരം നിൽക്കുമ്പോൾ എനിക്ക് തല ഇറങ്ങും, എൻ്റെ ബോഡിയൊക്കെ പെയിനായിരിക്കും. മെൻ്റലി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, എനിക്ക് കരച്ചിലൊന്നും പെട്ടെന്ന് ഞാൻ കരയും. അങ്ങനെ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്ത്. കേൾക്കുന്നവർക്ക് എത്ര അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് നിന്ന സമയത്താണ് ഞാൻ ഈ ചർച്ചയിൽ വന്നത്. എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാൻ 5-6 മണി വരെയൊക്കെ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാത്രി കരഞ്ഞുകൊണ്ടാണ് ബെഡിൽ കിടന്നത്. അന്നേരം ഞാൻ ഈ ചർച്ചിൽ വന്നത്. അന്നേരം പാസ്റ്റർ പറഞ്ഞു, മോളെ ഞങ്ങൾക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചു. അന്നോട്ട് എനിക്ക് ഉറക്കമുണ്ട്, ഞാൻ മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം സ്ട്രോങ് ആയി. മൂന്നാമത്തേന്ന് പറയുന്നത്, ഞാൻ 2020 +2 പാസ് ഔട്ടായ വ്യക്തിയാണ്. പിന്നെ എനിക്ക് എൻ്റെ കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ MBBS പഠിക്കും എന്നായിരുന്നു എൻ്റെ വാഗ്ദത്തം. പക്ഷേ എനിക്ക് എവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം എനിക്കറിയാം സെൽഫിലൊരു കോളേജിൽ കിട്ടുമെന്ന് എനിക്കറിയാം. എന്നാൽ അതിൻ്റെ ഫീസൊന്നും എൻ്റെ വീട്ടിൽ അത്ര അഫോർഡബിൾ അല്ലായിരുന്നു. അത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഇപ്രാവശ്യം അഡ്മിഷൻ നേടണം, എനിക്ക് എവിടെയെങ്കിലും ഇപ്രാവശ്യം അഡ്മിഷൻ കിട്ടണം. 3 വർഷമായി എനിക്ക് ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ബുധനാഴ്ച ഓഗസ്റ്റ് 2-ാം തീയതി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം പാസ്റ്റർ പറഞ്ഞു, മോളെ നീ പേടിക്കണ്ട, എല്ലാം കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 8-ാം തീയതി എനിക്ക് അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അന്നേരവും പൈസയൊന്നും ആയിട്ടില്ല.
ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ പാസ്റ്റർ പറഞ്ഞു പേടിക്കേണ്ടെന്ന് പറഞ്ഞ ആ വാക്കിൽ ഞാൻ കർത്താവിൽ വിശ്വസിച്ചു. ഞാൻ പോയി സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി. ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയായി. അന്നേരം എൻ്റെ കയ്യിൽ ക്യാഷൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞായറാഴ്ച ഞാൻ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ക്യാഷ് ഫുള്ള് റെഡി ആയിട്ടില്ല. പാസ്റ്റർ പറഞ്ഞു, മോളെ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ അഡ്മിഷൻ എടുക്കാൻ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ആയപ്പോഴത്തേനും എൻ്റെ ക്യാഷ് എല്ലാം റെഡിയായി. ഞാൻ പോയി DD എടുത്തു. ബുധനാഴ്ച ഞാൻ അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തു. കർത്താവ് ചെയ്തതിനായി നന്ദി. പ്രിയരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. കാരണം വിശ്വാസമാണ് ആരംഭങ്ങൾ ഉളവാക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണാൻ പോവുകയാണ്. അറിയാം, മഹത്വം വെളിപ്പെട്ട് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രോഗികളായി നിൽക്കുന്നവർ, നിങ്ങൾ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവയ്ക്കണം. ഈ 2025 നീ രോഗിയായി തുടരത്തില്ല. നിന്നെ മഹത്വം സൗഖ്യമാക്കാൻ പോവുകയാണ്. നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കണം. ഈ വചനം എന്തോ പറഞ്ഞിട്ടുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുക. ആരെല്ലാം നിങ്ങളെ നോക്കി എന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഈ 2025 എൻ്റെ സാഹചര്യങ്ങൾ ഒത്തിരി വിരോധമാണ്. അറിയോ, ഒത്തിരി അസാധ്യതകൾ എനിക്ക് ഈ വർഷത്തിൻ്റെ ആരംഭമുണ്ട്. പക്ഷേ ഈ 2025 തീരുന്നതിന് മുമ്പേ മഹത്വം കണ്ട സാക്ഷിയായി തീരുമാനമായിട്ട് ഈ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം ദൈവമാണ്. അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. രോഗമുള്ളവർ ഇപ്പോൾ തന്നെ കൈവയ്ക്കുക. നിങ്ങൾ വലിയ സൗഖ്യം കാണാൻ പോകുന്നു, വലിയ വിടുതൽ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. മഹത്വം കണ്ടവരായി തീരുവാൻ, വലിയ അത്ഭുതം കണ്ടവരായി തീരുവാൻ, ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ എഴുന്നേറ്റ് വരട്ടെ. ഇവർ ദൈവത്തിനുള്ളവരാണെന്ന് ഇവർ തിരിച്ചറിയട്ടെ. കർത്താവെ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ രോഗികൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്നുള്ള ആഴം വെളിപ്പെട്ട് വരട്ടെ. തമ്പുരാനെ, ഇവരെ അങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചത് അങ്ങയുടെ രക്തത്തിലാണല്ലോ. അങ്ങയുടെ മഹത്വം ഓരോ മക്കളുടെ മേലേക്കും വെളിപ്പെട്ട് വരട്ടെ. ഞാൻ അറിയാം, ബിനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകന് വേണ്ടി ഇപ്പോൾ സൗഖ്യം നടക്കുകയാണ്. കർത്താവെ, ഞാൻ അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെട്ടിറമേ അപ്പാ. കർത്താവെ, അങ്ങയുടെ കരം ഹല്ലേലൂയ ഇപ്പോൾ തന്നെ അത്ഭുതം. സന്തോഷത്തിന് വേണ്ടി വലിയ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സിബി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സിബിക്ക് വേണ്ടി അറിയാം വിദേശത്തേക്കുള്ള മാർഗങ്ങൾ ദൈവം തുറന്നു കൊടുക്കുകയാണ്. കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവെ, സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുജ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം നടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറക്കുകയാണ്. കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ കർത്താവെ. ഇവരുടെ ഭവനം മഹത്വം വെളിപ്പെടുത്തുന്നതാകട്ടെ അപ്പാ. ഇവരുടെ ദീനങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ കടബാധ്യതകൾ മുഴുവൻ മഹത്വം പരിഹരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഹല്ലേലൂയ ഇവരുടെ കടബാധ്യതകളെ തീർക്കുന്നതിനായി സ്തോത്രം. ഇവർ ആ ഭവനത്തിനകത്ത് നിൽക്കുന്ന എല്ലാ കലഹങ്ങളും, എല്ലാ ദുരാത്മാക്കളുടെ ശക്തികളും ഇപ്പോൾ മഹത്വത്തിൽ അവസാനിക്കും. കാരണം സമുദ്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം ഓരോ ഭവനങ്ങളിൽ വെളിപ്പെട്ട് വരികയാണ്. ഇരുട്ടിന് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ തന്നെ ചിലർ വിടുതലുകൾ കാണുകയാണ്. നിങ്ങളുടെ ബിസിനസ് തകർന്ന അനുഭവത്തിനകത്ത് പുത്തൻ വഴികൾ തുറക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പുതിയ ഇൻ്റർവ്യൂകളുടെ വാതിലുകൾ തുറക്കുന്നു. ആ എക്സാം നിങ്ങൾ പാസ്സാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഷീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ഷീലെ അറിയാം, കഴിഞ്ഞ 30 വർഷം നടക്കാത്തത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അമൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അമലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞാൻ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഓരോ മക്കളുടെ മേലിലേക്കും വെളിപ്പെടുത്തുകയാണ്. കർത്താവെ, അറിയാം, സാലി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സാലിക്ക് വേണ്ടി പുത്തൻ നന്മകൾ, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. പ്രത്യേകിച്ച് ഈ അരയ്ക്ക് താഴ്പോട്ട് തളർച്ചയുമായിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത 2 വ്യക്തികൾ ഇപ്പോൾ മഹത്വം തൊടുന്നു. അവർ എഴുന്നേറ്റ് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുക. അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് മാറാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് നിങ്ങളുടെ മേലിൽ മഹത്വമായി വെളിപ്പെട്ട് വരികയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക് 811 എന്ന് കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ സഹായികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ 9072 നിങ്ങൾക്ക് മെസ്സേജാണ് അയക്കാൻ പറ്റുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അധികത്തിൽ ഉയർത്തട്ടെ. അതേപോലെ ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ പ്രയറിന് നേരിട്ട് കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് കടന്നു വരുന്നത് ഓർപ്പിക്കുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരിലും ഒക്കെ നമ്മുടെ ആരാധനകൾ നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.